ഹലോ ഹായ് എല്ലാവർക്കും വാസ് ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ആദ്യം തന്നെ എല്ലാവർക്കും ഒരു ഹാപ്പി വിഷു കേട്ടോ. അപ്പോൾ രാവിലെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. അപ്പം ഞങ്ങളുടെ വിഷു വിശേഷങ്ങളിലേക്കൊക്കെ എല്ലാവരും ക്ഷണിക്കുന്നു. അപ്പം നമുക്ക് വിഷുവിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകാം. കണി ഒരുക്കുന്നത് മുതലുള്ള കാര്യങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വിഷുവിന് എങ്ങനെയാണോ നമ്മുടെ വീട്ടിൽ ചെയ്യുന്നത് അതാണ് കാണിച്ചിരിക്കുന്നത്. മറ്റുള്ള പലയിടത്തും പല രീതിയിലായിരിക്കുമല്ലോ. നമ്മുടെ വീട്ടിൽ നമ്മളെങ്ങനെ വിഷു ഒരുക്കിയിരിക്കുന്നത് അതിൻ്റെ കാര്യങ്ങളൊക്കെ എന്താണെന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ വാച്ച് ചെയ്യാം. ഓക്കെ, താങ്ക് യു. നമ്മൾ കിഴക്ക് ഭാഗത്തായിട്ടാണ് കണി ഒരുക്കുന്നത്. നമ്മൾ ടേബിൾ സെറ്റ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ഞങ്ങളുടെ വീട്ടിൽ കണി ഒരുക്കുന്നത് ഞങ്ങളുടെ അമ്മയാണ് കേട്ടോ. ഞാൻ വീഡിയോ എടുക്കുകയാണേ. സാധാരണ കരുതി ഞാൻ വന്നപ്പോൾ മുതൽ തന്നെ അമ്മ തന്നെയാണ് കണി ഒരുക്കുന്നത്. ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ അഭിപ്രായം ഉണ്ടെങ്കിൽ പറയും, എന്നല്ലാതെ വേറെ ഒന്നുമില്ല കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ കൃഷ്ണൻ്റെ വിഗ്രഹം ഒരു പലക വെച്ചിട്ട് അതിൻ്റെ മുകളിൽ തോർത്ത് മുണ്ട് വിരിച്ചിട്ട് അതിൻ്റെ മുകളിൽ കൃഷ്ണനെ വെച്ചു. പിന്നെ ഒരു വലിയ വട്ട പ്ലേറ്റിൽ നമ്മളൊരു ഭാഗത്ത് സെറ്റ് മുണ്ട് വെച്ചു. പിന്നെ ഇവിടെ സാധാരണ പുളിയവര എന്ന് പറയും, പുളിയവര ഇടും. എന്നിട്ട് അതിൻ്റെ മുകളിൽ വെറ്റില വെച്ചു. പിന്നീട് നമ്മൾ അതിൻ്റെ മുകളിലായിട്ട് ഇത് അടയ്ക്കയാണ് കേട്ടോ. ഇവിടെ ഇത് അടയ്ക്കയാണ്. അടയ്ക്കയും വെച്ച് കൊടുത്ത് നമുക്ക് അടുത്ത പ്ലേറ്റിൽ നമ്മൾ ഫ്രൂട്ട്സാണ് സെറ്റ് ചെയ്യുന്നത്. ഇതിനകത്ത് ആപ്പിളുണ്ട്, പച്ചമുന്തിരി, പിന്നെ എനിക്ക് കറുത്ത മുന്തിരി, പിന്നെ ചുവന്ന പഴവൻ. ഇത്രയാണ് ഇതിൽ സെറ്റ് ചെയ്യുന്നത്. ഇതിനകത്ത് മാങ്ങയും കൂടി വെക്കാനുണ്ട്. ഇനി വേറെ ഒരു പ്ലേറ്റിൽ നമ്മൾ 2 ചീർപ്പ് പഴം വെക്കുന്നുണ്ട്. ഇതിപ്പോൾ 3 ചീർപ്പ് വെച്ചു, ഒന്നെടുത്ത് മാറ്റാനാണ് കേട്ടോ. ഒക്കെ 2 ചീർപ്പ് പഴമാണ് നമ്മൾ വെക്കുന്നത്. നല്ലത് നോക്കിയിട്ട് വെച്ചതാണ് കേട്ടോ. 2 ചീർപ്പ് പഴം വെച്ചിട്ടുണ്ട്. നമ്മൾ മാങ്ങ ഇപ്പോഴും എടുത്തിട്ട് വന്നേ, ആ മാങ്ങ നമ്മളിവിടെ വെക്കുകയാണ് ഈ ഫ്രൂട്ട്സിൻ്റെ കൂട്ടത്തിൽ. പിന്നെ നമ്മൾ ഒരു ഓട്ട് പ്ലേറ്റിൽ നമ്മുടെ കിണ്ടി സാമ്പ്രാണി തിരി വയ്ക്കാനുള്ളത്, പിന്നെ ഒരു ചെറിയ പറ വെച്ചിട്ടുണ്ട്. ഇതിലിപ്പം നാണയമാണ് വെച്ചിരിക്കുന്നത്, ഇതിൽ അരി വെക്കാനായിട്ടാണ് പ്ലാന്. ഓക്കെ, നമ്മൾ പിന്നെ പച്ചക്കറിയായിട്ട് പടവലും എടുത്തു, മുരിങ്ങക്കോലും എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് അമ്പലത്തിൽ നിന്ന് കിട്ടിയതായി സിന്ദൂരമാണ്. അപ്പം അതാണ് എടുത്ത്. പിന്നെ കർപ്പൂരം വെച്ചു. സിന്ദൂരം അങ്ങനെ ഞാനിപ്പോഴൊന്നും തൊടാറില്ല, കൂടുതൽ സ്റ്റിക്ക് വെച്ചിട്ടാണ് തൊടുന്നത്. അപ്പോൾ ഇതേ ഉള്ളൂ, കൺമഷിയൊന്നും എടുത്തില്ല. പിന്നെ നമ്മളിനി സാമ്പ്രാണി പത്തി ഇത് നമുക്ക് അതിൻ്റെ ഓരോ ഹോളിൽ കുത്തിവെക്കാം. അമ്മയാണ് അതൊക്കെ ചെയ്യുന്നത് കേട്ടോ. അമ്മയുടെ മുഖം കാണിക്കണ്ടെന്ന് പറഞ്ഞു, അതുകൊണ്ടാണ് മുഖം കാണിക്കാതിരിക്കുന്നത്. കാണിക്കണ്ട നീ പറഞ്ഞു. ഓക്കെ, നമ്മളങ്ങനെ ഒരു 5 തിരിയിടാനുള്ള സ്ഥലമുണ്ട്. അപ്പോൾ അതിലെല്ലാം അമ്മ തിരിയിട്ട് കഴിഞ്ഞ് അങ്ങനെ നമ്മൾ കൊന്നപ്പൂവും വെച്ചിട്ടുണ്ട്. ഒരുവിധം അടുക്കി വെച്ചു. പിന്നീടാണ് വെള്ളരിയുടെയും മത്തൻ്റെയും കാര്യം എടുത്തത്. ഫ്രിഡ്ജിലിരിക്കുകയായിരുന്നു. അപ്പോൾ മഞ്ഞ വെള്ളരി തന്നെ കിട്ടി, വലിയതും മഞ്ഞയുമായ വെള്ളരി കിട്ടി കേട്ടോ. നമുക്ക് ഞായറാഴ്ച തന്നെ നമ്മൾ വെള്ളരിയും മത്തനും വാങ്ങിച്ച് വെച്ച് ചന്തയ്ക്ക് പോയിട്ട്. അപ്പോൾ അതെന്തായാലും കിട്ടി. പിന്നീട് ഞങ്ങൾ കുറച്ച് പൈസ വെച്ചു. 2 നാരങ്ങ വെച്ചിട്ടുണ്ട്. നിലവിളക്ക് തിരിയിട്ട് നമ്മൾ വെച്ചു. പിന്നെ നമ്മൾ പൈസ മാറ്റിയിട്ട് അതിൽ നെല്ല് കുത്തി അരിയിട്ടു. പിന്നെ നമ്മൾ തുളസിയില വെച്ചിട്ടുണ്ട്, ചന്ദനം വെച്ചിട്ടുണ്ട്, ഒരു കുടത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട്, ഒരു തേങ്ങ മുറിച്ച് വെച്ചിട്ടുണ്ട്, പിന്നീട് ഒരു തേങ്ങ ഫുള്ളായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ കൃഷ്ണൻ്റെ വിഗ്രഹത്തിൽ മാല ചാർത്തി കഴിഞ്ഞ് അപ്പോൾ ഏകദേശം നമ്മൾ കണി ഒരുക്കുന്നതൊക്കെ വെച്ചു. ഇനി നമ്മൾ രാവിലെയാണ് കണി കാണുന്നത്. ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ കണി ഒരുക്കൽ. ഗൈസ്, അപ്പോഴെന്താണ് രാവിലെ അമ്മ വിളക്കൊക്കെ കത്തിച്ചു. എല്ലാവരെയും വിളിച്ച് കണിയൊക്കെ കാണിച്ച്, ഏട്ടനെയൊക്കെ വിളിച്ച് കണി കാണിച്ച്. എനിക്ക് ഈ പ്രാവശ്യം കണി കാണാൻ പറ്റില്ല, കാരണം ഇന്നാണ് എൻ്റെ നാളാണ്, ഇന്നത്തെ ദിവസമേ. അപ്പോൾ അതുകൊണ്ട് നാളെ വരുന്നവർക്ക് കണി കാണാൻ പാടില്ലെന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കണി കണ്ടില്ലേ. പിന്നെ വീഡിയോ എടുക്കാനായിട്ട് വന്നു. ഏട്ടനമ്മ കൈനീട്ടം കൊടുത്തു. കൈനീട്ടം ഞാൻ മേടിച്ചു കേട്ടോ. കൈനീട്ടം എനിക്കുണ്ടായിരുന്നു. അപ്പോൾ കൈനീട്ടം എനിക്ക് കിട്ടി, അത് വാങ്ങിച്ചു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ നോക്കിയത്. പിന്നീട് നമ്മുടെ 2 കുട്ടികളെ വിളിച്ചിട്ട് വരണം. ആദ്യം നമുക്ക് ഇവാനിയെ പോയി വിളിച്ചിട്ട് വരാവേ. ഏട്ടൻ ഇവാനിയെ വിളിച്ചുകൊണ്ട് വന്ന്
അവൾ നല്ല ഉറക്കത്തിലാണ്. നമ്മൾ ഏകദേശം ഒരു എപ്പോഴാണ് ഒരു 4:30 കഴിഞ്ഞപ്പോഴാണ് കണി കാണാൻ വന്നത്. അവൾ കണ്ണ് തുറന്ന് നോക്കത്തില്ല, അല്ലെങ്കിൽ അവൾ കണ്ണൊക്കെ തുറന്ന് നോക്കും. ഇപ്പം നമ്മൾ തുറക്ക് എന്ന് പറയുന്നത് കൊണ്ടായിരിക്കും ഒക്കെ തുറക്കാൻ വയ്യ. നോക്കി പിന്നെ കൈനീട്ടം കൊടുക്കാമെന്ന് വിചാരിക്കുന്നു. മേടിക്കുമെന്നൊന്നും അറിയത്തില്ല, ഉറക്കപ്പിച്ചിലായതുകൊണ്ട്. വേണ്ട എന്ന് എടുക്കാൻ പറയാണ്. അപ്പോൾ കൈനീട്ടം ഇനിയിപ്പോൾ അവൾക്ക് കൊടുക്കാൻ പറ്റില്ല, അവൾ ഉറങ്ങാൻ പോവുക. നോക്ക്, കണ്ണുകൂടി തുറന്ന് നോക്കുന്നില്ല പെണ്ണ്. പിന്നെ ഇഷിതയെ കാണിക്കാൻ കൊണ്ടുവന്നു. അവൾ കണി കാണാൻ വന്നു കേട്ടോ. അവൾ കണി കാണുന്നതോ ഇല്ലെന്നൊന്നും അറിയത്തില്ല കേട്ടോ. വെട്ടമൊക്കെ കണ്ടപ്പോൾ കണ്ണൊക്കെ തുറന്ന് നോക്കുന്നുണ്ട്. കണിയൊക്കെ കണ്ടതിന് ശേഷം അമ്മ കൈനീട്ടം കൊടുക്കുകയാണ്. പക്ഷെ അവൾ കരഞ്ഞൊന്നുമില്ല കേട്ടോ. ഇതിപ്പോൾ അവിടെ 2ാമത്തെ പ്രാവശ്യത്തെ കണിയാണ്. ഓക്കെ, അവൾ കണി കണ്ടേട്ടൻ നന്നായിട്ട് കണ്ടിട്ടേ പറഞ്ഞിട്ട് അങ്ങോട്ട് കയറ്റി നിർത്തുകയാണ്. ഇപ്പം നല്ല രസമുണ്ട് കാണാനായിട്ട്. ബത്തിയൊക്കെ കത്തി ഇത്രയായി. ഞങ്ങൾ എണ്ണിക്കാൻ വൈകി. ഞങ്ങൾക്ക് വാൽക്കണ്ണാടിയൊന്നും ഇപ്രാവശ്യം ഉണ്ടായിരുന്നില്ല. ഒരു കണ്ണാടിയും കിട്ടിയില്ല കേട്ടോ. അടുത്ത പ്രാവശ്യം ഇതൊക്കെ പരിഹരിച്ച് ഞങ്ങൾ നന്നായിട്ട് കണി ഒരുക്കുന്നതായിരിക്കും. പിന്നെ നമ്മുടെ മനസ്സിലെ വിശ്വാസമാണല്ലോ എല്ലാം വലുത്. ഓക്കെ, ഞങ്ങളുടെ കണിയൊരുക്കത്തൊക്കെ ഇത് എത്ര ഉണ്ടായിരുന്നുള്ളേ. ഇതിപ്പോൾ ലൈറ്റ് ഇട്ട്, ഇത്രയും നേരം ലൈറ്റ് ഇട്ടിട്ടില്ലായിരുന്നു. ഇപ്പോൾ ലൈറ്റ് ഇട്ടതാ വെളിച്ചത്തിൽ കാണാം. ഹലോ, ഗുഡ് മോർണിംഗ്, ഹാപ്പി ഇഷിത അതൊക്കെ പോയി എടുക്കണമെന്നൊക്കെയുള്ള ആഗ്രഹത്തിൽ നിൽക്കുകയാണ്. അവൾ ചെറുതായതുകൊണ്ട് ഇതിൻ്റെ മുകളിൽ എന്താ സംഭവം എന്നൊന്നും ഇന്നലെ ഒന്നും കണ്ടില്ല. അപ്പോൾ ഇന്ന് രാവിലെയാണ് അതൊക്കെ കണ്ടത്. അപ്പോൾ അതൊക്കെ കണ്ട് ഫ്രൂട്ട്സൊക്കെ കണ്ടപ്പോൾ അവൾക്ക് വേണമെന്നായി. അപ്പോൾ ഏട്ടനൊരു മുന്തിരി എടുത്ത് കൊടുത്തു, അത് കഴിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെയും വേണമെന്ന് പറയുന്നത്. അപ്പോൾ ഓരോന്നോരോന്ന് എന്ത് കൂടി രാവിലെ ഈ പുളിപ്പൊക്കെ എങ്ങനെ കഴിക്കുന്നുണ്ടോ ഒന്നും കൂടി അറിയത്തില്ല. അച്ഛനും കൊടുക്കാൻ, അച്ഛനും കഴിക്കാൻ. അത് കഴിഞ്ഞ് നമ്മുടെ ഇവാനിക്കുട്ടി എഴുന്നേറ്റ് വന്നു കേട്ടോ. ഇവിടുത്തെ സൗണ്ട് ലൈറ്റ് കണ്ടപ്പോഴത്തേന് ഇവാനിക്കുട്ടി വന്നേ. അവൾക്ക് പിന്നെ അമ്മ കൈനീട്ടം കൊടുത്തു. അവൾ കൈനീട്ടം വാങ്ങിച്ചു കേട്ടോ. അമ്മയാണ് ഈ പ്രാവശ്യം ഞങ്ങൾക്ക് എല്ലാവർക്കും കൈനീട്ടം തന്നത്. പടക്കമില്ലാതെ എന്ത് വിഷു അല്ലേ. അപ്പോൾ ഒക്കെ ഞങ്ങൾ കണിയൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങളിനി പടക്കം പൊട്ടിക്കാൻ പോവുകയാണ്. 1 സെഞ്ച് പടക്കം മേടിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് കുട്ടികൾക്ക് കത്തിക്കാൻ പറ്റുന്ന രീതിയിലുള്ളതൊക്കെ വാങ്ങിച്ചിട്ടുള്ളേ. അപ്പം അതൊക്കെ എന്തൊക്കെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് കൂടെ കാണിച്ചു തരാം കേട്ടോ. നമുക്കത് കുറച്ച് മേടിച്ചിട്ടുള്ളൂ കേട്ടോ. കുട്ടികൾക്ക് പറ്റുന്ന രീതിയിലുള്ളത് മാത്രമേ മേടിച്ചിട്ടുള്ളൂ. ഇത്രയേ ഉള്ളൂ സംഭവമേ. നമുക്കതൊക്കെ ഓരോന്നോരോന്നായിട്ട് കാണാവേ. ഇതെന്തോ ബട്ടർഫ്ലൈയുടെ ഒരു സംഭവം. പിന്നീട് ഇത് മത്താപ്പൂ, ഇത് സരസ്വതി ഗുണ്ട്, പിന്നെ ഇത് ഓലപ്പടക്കമാണ്. പിന്നെ ഇതാ മത്താപ്പൂവൊക്കെ. ഇതെന്താണ്? ഇത് റോക്കറ്റാണ് സംഭവം. ആ ബോക്സിൻ്റെ ഉള്ളിൽ റോക്കറ്റാണ് സംഭവം കേട്ടോ. ഇത് നമ്മൾ കുപ്പിയിലൊക്കെ വെച്ചിട്ട് പൊട്ടിക്കത്തില്ലേ, ആ സംഭവം. ഇത് ചക്രം അപ്പോൾ ഇങ്ങനെ വട്ടത്തിൽ തിരിയുന്നത്. ഇതൊക്കെ കത്തിക്കുമ്പോൾ നിങ്ങളെ കാണിക്കുക. പിന്നെ തീപ്പെട്ടിയുണ്ട്. അതൊക്കെ ഇത് പിന്നെ അത് തന്നെ പൂത്തിരിയാണിത്. ഇതൊക്കെ നമുക്കൊന്ന് തുറന്ന് നോക്കാവേ. ആദ്യം നമുക്ക് ചക്രം തുറന്ന് നോക്കാം. ഇതാണ് ചക്രം. കൊള്ളല്ലേ? 2, 4, 6, 8, 10 എണ്ണം ഉള്ളത് തോന്നുന്നു. 1 10 ചക്രമാണ് തോന്നുന്നുള്ളത്. ഇതാണ് ഒരു ബോക്സിലുള്ളത്. ഉണ്ട് ഇതിനെ ഇങ്ങനെ റൗണ്ട് തിരിയാനുള്ളതൊക്കെ സംഭവമുണ്ട്. ഇത് റോക്കറ്റ്, മേളിൽ പോയി പൊട്ടുന്ന സംഭവം. ഇനി അടുത്തത് പൂത്തിരി, മത്താപ്പ് എന്നൊക്കെ പറയുന്ന സംഭവം. മത്താപ്പ് എന്നല്ലേ പറയുന്നത്, ആണെന്ന് തോന്നുന്നു. ഇത് മത്താപ്പ്, ഞങ്ങൾ പൂത്തിരി പറയും. ഇത് പടക്കം, സാധാ പടക്കം, ഓലപ്പടക്കമല്ല, വീടിപ്പടക്കം. ഇത് ഞങ്ങൾ വീടിപ്പടക്കം എന്നാണ് പറയുന്നത്. ഇതൊരു കവർ നിറയെ കണ്ടല്ലോ. ഇതെന്തിനു വാങ്ങിച്ചതാണ്? ഇത് പൊട്ടിക്കുന്നത് എങ്ങനെയാണ്? എനിക്ക് പേടിയാണ്. എനിക്ക് ഈ പൂത്തിരിയും ചക്രവും പൂക്കുറ്റിയൊക്കെ ഉള്ളൂ പൊട്ടിക്കുന്ന ഇഷ്ടം. ഈ പൂത്തിരി നിറയെ ഉണ്ട്. ഇതാ കാണാനൊക്കെ എത്ര ആൾക്കാരായിരിക്കും നോക്കണ്ട്. അടുത്തതാണ് ബട്ടർഫ്ലൈ. ഇനി ഇത് കത്തിച്ചാലേ അറിയത്തുള്ളൂ ഇതിൻ്റെ സംഭവം എന്തുവെന്ന്. ബട്ടർഫ്ലൈ പറക്കുന്ന പോലാണോ ഇല്ലയോ എനിക്കറിയാം. ചിലപ്പോൾ ഇവർ ഉദ്ദേശിക്കുന്ന ബട്ടർഫ്ലൈ പറക്കുന്ന പോലെ ആയിരിക്കും. അതായിരിക്കും ഇവർ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓക്കെ, ഞങ്ങളെല്ലാവരും പടക്കം കാണുവാണേ. ഇനി നമുക്കിതൊക്കെ ഒന്ന് പൊട്ടിച്ച് നോക്കാം.
ഇത് ചാട്ടവാർ. നമ്മളിതിൽ തീ കൊടുത്തിട്ടാണ് ഇതൊക്കെ കത്തിക്കുന്നത്. അതാകുമ്പോൾ എളുപ്പമുണ്ട് കത്തിക്കാൻ. ഇപ്പോഴായിട്ട് കത്തിക്കുന്ന ബട്ടർഫ്ലൈ ആണേ, കാണിച്ചില്ലേ, അതാണ്. അയ്യോ അതവിടെ പോയി, അപ്പുറത്ത് പോയി കിടന്ന് കത്തുന്നു, അപ്പുറത്ത് പോയി കത്തുന്നു. നമുക്കിവിടെ ഒന്ന് കത്തിച്ച് നോക്കാം. ഇത് ശംഖുചക്ര, ഇത് ബട്ടർഫ്ലൈ. കണ്ട പല കളറിലായിട്ട് വരും. അതങ്ങനെ പൂമ്പാറ്റ പറക്കുന്ന പോലെ തോന്നും കണ്ടാൽ. അതുകൊണ്ടായിരിക്കും അത് ബട്ടർഫ്ലൈ എന്ന് പറയുന്നത്. അടുത്ത് നമ്മൾ കത്തിക്കുന്നത് ശംഖുചക്രമാണ്. ചക്രം കത്തിച്ച് തിരിയുന്നതാ, അത്രയേ ഉള്ളൂ. ഈ ക്യാമറയ്ക്ക് അത്ര ക്ലിയർ ഇല്ലാത്തതുകൊണ്ടാണ് സംഭവം ഇങ്ങനെ പോകുന്നത്. കറങ്ങി കറങ്ങി അത് വെളിയിൽ പോയി. ഇത് പൂക്കുറ്റി, അത് അപ്പുറത്താണ് കേട്ടോ. ഞങ്ങളുടെ പൂക്കുറ്റിയൊക്കെ കഴിഞ്ഞു. ഈ പൂക്കുറ്റിയൊക്കെ കത്തുന്ന അപ്പുറത്ത് വെല്ലിച്ചൻ്റെ അവിടെ, അവിടുത്തെ പൂക്കുറ്റി കത്തുന്നത് ഞാൻ വീഡിയോ എടുത്തതാണ്. പിന്നെ ഞങ്ങൾ പൂത്തിരിയൊക്കെ കത്തിച്ചു, എല്ലാവരും കത്തിച്ചു. കുറേ ഉണ്ടായിരുന്നു പൂത്തിരി, അപ്പോൾ അതൊക്കെ കത്തിച്ചു കറക്കി. അതൊക്കെ ഒരു നല്ല ഒരു അനുഭവമായിരുന്നു കേട്ടോ. കുറേ ആയി ഇങ്ങനെ പടക്കം പൊട്ടിച്ചൊക്കെ ആയിട്ട്. പക്ഷെ ഭയങ്കര റിസ്ക്കുള്ള കാര്യമാണ് കുട്ടികളെയൊക്കെ വെച്ചിട്ട് ചെയ്യുക പറഞ്ഞാൽ. പക്ഷേ ഇഷിതയ്ക്ക് നല്ല പേടിയുണ്ടായിരുന്നു കേട്ടോ. അവളതൊന്നുമേ നോക്കിയിട്ടില്ല. പിന്നെ മേടിച്ചതൊക്കെ വെറുതെ തണുത്ത് കളയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളൊക്കെ കത്തിച്ച് എളുപ്പം കത്തിച്ച് തീർത്തു കേട്ടോ. പിന്നീട് ഞങ്ങൾ എല്ലാം പൊട്ടിച്ചിട്ടൊക്കെ വീട്ടിൽ കയറി വന്നു. പിന്നീട് നമ്മൾ കണിക്ക് വെച്ചിരുന്നതായ ഈ ഫ്രൂട്ട്സൊക്കെ നമ്മൾ പ്രസാദം മാതിരിയാക്കുവേ. അപ്പോൾ അതിനു വേണ്ടി അമ്മ ഇവിടെ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണേ. അത് മുന്തിരിയൊക്കെ പിന്നെയാണെങ്കിൽ രണ്ടായിട്ട് മുറിച്ചിടാമെന്ന് വിചാരിച്ചു. ഇതിൽ പച്ചമുന്തിരിയിൽ കുരുവില്ലാന്ന് വിചാരിച്ചതാണ് കേട്ടോ. പക്ഷേ അതിൽ കുരുവുണ്ട്. പിന്നെ ഇത് പൂവമ്പഴമാണ്. പൂവമ്പഴം ഇതുപോലെ നമുക്ക് കട്ട് ചെയ്തിടാവേ. പിന്നെ പൂവമ്പഴം ഉണ്ടായിരുന്നു, പിന്നെ കദളിപ്പഴം ഉണ്ടായിരുന്നു, പിന്നെ സാധാ പുളിച്ചിപ്പഴം, പാളയംകുടം പഴമില്ലേ, ആ പഴം ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഒന്ന് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ നമ്മൾ വട്ടത്തിലാണ് കട്ട് ചെയ്തിട്ട് കേട്ടോ. അമ്മയാണത് കട്ട് ചെയ്തത്. പഴം നിറയിട്ടിട്ടുണ്ടായിരുന്നു. 4-5 വെല്ലം എടുത്ത് നമ്മളത് കവറിൽ വെച്ചിട്ട് അത് കുത്തി ഇങ്ങനെ പൊടിച്ചിട്ടുണ്ടായിരുന്നേ. ആ പൊടിച്ചിട്ട് നമ്മളിനി അത് ഈ നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്നതിനകത്തോട്ട് ഇട്ട് കൊടുക്കുകയാണേ. അതുപോലെ തന്നെ നമ്മൾ കുറച്ച് തേങ്ങ ചിരവിയിട്ടുണ്ടായിരുന്നു, അതും നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. കുറച്ച് തേങ്ങ മതി, ഒരു തേങ്ങയുടെ ഫുള്ളൊന്നും വേണ്ട കേട്ടോ, കുറച്ച് മതി. അപ്പോൾ അതും നമ്മളിതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തത് ആപ്പിളാണ് കട്ട് ചെയ്തിരുന്നത്. ആപ്പിൾ നമുക്ക് ചെറുതായിട്ട് മുറിച്ചിടാവേ. ആപ്പിളും ചെറിയ കട്ട് പീസായിട്ടാണ് നമ്മൾ അരിഞ്ഞിടുന്നത്. അങ്ങനെ അതും നമ്മൾ അരിഞ്ഞതാ ചെറുതായിട്ട് ഞുറുക്കിയിട്ടിട്ടുണ്ട്. പിന്നീട് ഒരു മാങ്ങയും കൂടി ഇടാമെന്ന് വിചാരിച്ചേ. അപ്പോൾ അതിൻ്റെ തോലൊക്കെ കളഞ്ഞിട്ട് അത് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് ഇടുവേ. അങ്ങനെ നമ്മൾ പ്രസാദമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് ഇനി നമുക്കതൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റാം കേട്ടോ. ഇതാ കാണാൻ നല്ല നല്ല ശാന്തമുണ്ട്. നല്ല മധുരം ഉണ്ടാകും. ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ് ഇങ്ങനെ പ്രസാദം കാര്യങ്ങളൊക്കെ കാണുന്നത് കേട്ടോ. അങ്ങനെന്താ നമ്മുടെ ഫ്രൂട്ട് സലാഡിൻ്റെ ഒരു സ്ട്രക്ചർ ഷേപ്പൊക്കെ പോലെ സെയിം നമ്മുടെ ഫ്രൂട്ട് സലാഡ് തന്നെ. നല്ല മധുരമൊക്കെയാണ്. ഇനി നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാവേ. ഈ കുട്ടിയാ
കുരു മുന്തിരിങ്ങാട്ടോ കുരു. ഇവാനി മോളെ എന്നിട്ട് വാ. ഞങ്ങൾ അമ്പലത്തിൽ പോകാൻ പോവാ വിഷുവിന്. അമ്പലത്തിലെത്തി നല്ല തിരക്കുണ്ട്. ഞങ്ങൾ കുട്ടികൾ നല്ല ബഹളം. ഞങ്ങൾ ചിലപ്പോഴേ ഉള്ളിൽ കയറത്തുള്ളൂ, പുറത്തുനിന്ന് തോന്നിട്ട് വരും. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ എന്തായാലും ചിലപ്പോഴേ കയറത്തുള്ളൂ എന്ന് വിചാരിച്ചിട്ട് തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. എങ്കിലും പോയിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. അതാ ഇവിടെ വരെയും തിരക്കുണ്ട്, നമ്മുടെ ഗേറ്റിൻ്റെ അവിടെ വരെയും നല്ല തിരക്കുണ്ട്. പിന്നെ ഞങ്ങൾ കയറിയില്ല, പുറത്തുനിന്ന് തൊഴുത്തിട്ട് വന്നു കേട്ടോ. പിന്നെ ഇതാ അവിടെയൊക്കെ നിറയെ കടകളുണ്ട്, കുട്ടികൾക്കൊക്കെ ഓരോന്ന് വാങ്ങാനും കളിപ്പാട്ടം വാങ്ങാനും വളകൾ പിന്നെ കഴിക്കാനുള്ളത് അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് ഞങ്ങൾ അങ്ങോട്ട് വന്ന് ഒരു ആലിൻ്റെ ചുവട്ടിൽ പോയി കുറച്ച് നേരം ഇരിക്കാൻ വിചാരിച്ച് വന്നതാണ്. പിന്നെ അവിടെ നിന്ന് കുറേ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുത്തു. പിന്നെ ഇവരങ്ങോട്ടും ഇങ്ങോട്ടും കുറേ ചാടിക്കളിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നിട്ടാ. അത് കഴിഞ്ഞിട്ട് മേലെ നമുക്ക് മടങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇതാ ഈ ആലയിൽ ഇതാ ഒരു ഓന്തിനെ കണ്ട, നിറം മാറുന്ന ഓന്താണ് കേട്ടോ. ഇത് അപ്പോഴേ ചുമന്ന കളറായിരുന്നു, ഇപ്പം അത് മഞ്ഞ കളറായി, കാലിലൊക്കെ കറുപ്പ് കളറായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ അങ്ങനെ അമ്പലത്തിൽ നിന്ന് വീട്ടിൽ വന്നേ. എല്ലാവർക്കും ഹാപ്പി വിഷു അങ്ങ് പറ, എന്നിട്ട് പറ. ഞങ്ങൾ പിന്നെ വന്നിട്ട് ഇതാ വിഷു കഞ്ഞി കുടിക്കാൻ പോവാണേ. ഇതാണ് വിഷു കഞ്ഞി. ഇത് അരി, അതിൻ്റെ കൂടെ തേങ്ങ, പിന്നെ പുളിയവര നമ്മൾ കണി കാണാൻ വെച്ചില്ലേ അത് വറുത്ത് പിന്നെ അതിൻ്റെ ആ തോലൊക്കെ കളഞ്ഞിട്ടാണ് കഞ്ഞി വയ്ക്കുന്നത്. ആ പുളിയവര തന്നെ ഇട്ട് വെച്ച കറിയാണ്. കുമ്പളങ്ങായും പുളിയവരം തേങ്ങയൊക്കെ അരച്ച് ചേർത്ത് കറിയും കൂടെയാണ് നമ്മളിത് രണ്ടും കൂടെയാണ് വിഷുവിന് കഴിക്കുന്നത്. കഴിച്ച് നോക്കണം കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, ഒരു പ്രത്യേക ടേസ്റ്റാണ്. നല്ല തേങ്ങാപ്പാലിൻ്റെയൊക്കെ നല്ല ഒരു രുചിയും ടേസ്റ്റും ഉണ്ട് കേട്ടോ. ആ പുളിയവര ഇടയ്ക്ക് കടിക്കുമ്പോൾ ഉള്ളതായ ആ ഒരു ടേസ്റ്റും അതെല്ലാം നമുക്ക് സൂപ്പർ ടേസ്റ്റാണ്. നിങ്ങളുടെ ഇവിടെ വിഷുവിനൊക്കെ എങ്ങനെയാണ് ആഘോഷം? ഇങ്ങനെയൊക്കെയാണോ? ഇവിടെ ഇങ്ങനെയാണ് കേട്ടോ. ഞാനിവിടെ വന്നപ്പോൾ മുതൽ ഇങ്ങനെയൊക്കെ തന്നെയാണ്. പിന്നെ എൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടി ഒരു പാലട പായസം വെച്ച് കേട്ടോ. ഞങ്ങൾ വിഷു സദ്യ ഒന്നും ഒരുക്കിയില്ല, വിഷു കഞ്ഞി മാത്രമേ ഒരുക്കിയുള്ളൂ. പിന്നീട് പാലട പായസം കൂടെ വെച്ച് കുട്ടികളൊക്കെ ഉണ്ടല്ലോ അവർക്ക് കൊടുക്കാൻ വിചാരിച്ചു. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പാലട പായസം. അപ്പോൾ അത് വെച്ചു കഴിച്ചു. അപ്പോൾ ഇങ്ങനെയൊക്കെയായിരുന്നു ഞങ്ങളുടെ വിഷു ആഘോഷങ്ങൾ. നിങ്ങളുടെ എങ്ങനെയാണെന്നുള്ളത് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടെ കൂടുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ, ബൈ ബൈ.